ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ കസ്റ്റാർഡ് ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല, അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമ്മൾ ഈ ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഇനി കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടുക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കിതൊന്ന് കുറുകിയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ടൈറ്റായി വരുന്ന സമയത്ത് ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കസ്റ്റാർഡ് ഐസ്ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് 250 ml കപ്പിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഈ ഒരു സമയത്ത് വാനില എസൻസ് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ക്രീം ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു യെല്ലോ കളർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 2 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ നമ്മളെ ഐസ്ക്രീം റെഡിയാക്കാനുള്ള മിക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ക്രീമൊക്കെ കസ്റ്റാർഡും എല്ലാ ഭാഗത്തുനിന്നും ആകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നതാണ് കേട്ടോ. ഇനി ഇതുപോലെയുള്ള ഒരു പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഐസ്ക്രീമിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം പാത്രത്തിൻ്റെ മുകളിലായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. എയർ ബബിൾസ് ഒക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് കൊത്തി കൊടുക്കുന്നത്. എന്നിട്ട് മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് അടപ്പും കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്കത് ഓവർനൈറ്റോ അല്ലാന്നുണ്ടെങ്കിൽ 8 മണിക്കൂർ വെച്ച് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഓവർനൈറ്റ് ആണ് ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫ്രീസറിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. താഴെ അല്ല വെക്കേണ്ടത്, ഫ്രീസറിലാണ് കേട്ടോ. അങ്ങനെ ഓവർനൈറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ ഇവിടെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ ഒന്നൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോരി കഴിച്ചാലും മതി. ഞാനിപ്പോൾ മുഴുവനായിട്ടൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അടിഭാഗം ഒന്ന് പോരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഞാൻ ചൂടുവെള്ളത്തിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് പാത്രത്തിലൊക്കെ ഇട്ട് കൊട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റിൻ്റെ ഗണാശം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റാർഡ് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.